ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 7 വാക്യം. തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം താഴ്മയിൽ അനുഗമിക്കുക എന്നതാകുന്നു. ജഡാവതാരത്തിൽ താഴ്മ ധരിച്ചതുപോലെ യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലും താഴ്മ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളായി മാറുമ്പോൾ നമുക്കും ആ താഴ്മ ഉണ്ടാകും. കർത്താവിൻ്റെ സന്നദ്ധിയിൽ തിരുവചനം പിന്നെയും വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഒരാലോചനയും കൂടെ കിട്ടും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി. തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യം നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് യേശു ക്രിസ്തുവെ താഴ്മയുടെ 7 പടികൾ ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നതിനെക്കുറിച്ച് ആണ്. ഈ വാക്യം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ആർദ്രതമായ നോട്ടത്തിലും ലാവണ്യ വാക്കുകളിലുമല്ല താഴ്മ കാണേണ്ടത്. ഈ ആർദ്രമായ നോട്ടം, ലാവണ്യ വാക്കുകളും യേശുവിനുള്ളപ്പോൾ തന്നെ യേശു ഭൂമിയിലായിരുന്നപ്പോൾ സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും വിസമ്മതിച്ചു. അതൊരു ദൈവകൃപയായിരുന്നു. പിതാവിൽ മാത്രം സമ്പൂർണ്ണ ആശ്രയവും സമർപ്പണവുമുള്ള ഒരു ജീവിതം നയിച്ചതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ സ്പർശിച്ചില്ല എന്നതും വ്യക്തമാണ്. കർത്താവിൻ്റെ സാഹചര്യങ്ങളും വാക്കും പ്രവൃത്തിയും സ്നേഹിതരും എല്ലാം പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. പിതാവിൽ നിന്ന് സ്വതന്ത്രമായി പുത്രന് ഒരു അസ്തിത്വമില്ല. പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണെന്ന് പുത്രൻ്റെ ജീവിത ലക്ഷ്യം. പിതാവിൽ നിന്ന് അന്യപ്പെട്ട് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഞാനല്ല, പിതാവാണെല്ലാം എന്ന മനോഭാവം, ഇത് തന്നെയാണ് താഴ്മയും. ഈ താഴ്മ നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാനല്ല, പിതാവാണ് എല്ലാം എന്ന മനോഭാവം. മരുഭൂമിയിൽ പിശാച് യേശുവിനെ പരീക്ഷിച്ച രംഗം വായിച്ചാൽ ഈ താഴ്മയിൽ നിന്ന് മാറി സ്വയത്തിൽ നിന്ന് പ്രതികരിക്കുവാനും ചിന്തിക്കുവാനുമാണ് സാത്താൻ പ്രലോഭിച്ചതെന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അവൻ്റെ പ്രലോഭനത്തെ യേശു കർത്താവ് എങ്ങനെ നേരിട്ടു? യേശു കർത്താവ് താഴ്മയിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. ആ താഴ്മ വിട്ട് യേശു എന്ത് ചെയ്തില്ല? മുന്നോട്ട് മാറിയില്ല. അങ്ങനെയെങ്കിൽ താഴ്മയിൽ നിന്നും പിതാവിനോടുള്ള യേശുവിൻ്റെ അനുസരണവും മറ്റുള്ളവരോടുള്ള സൗമ്യമായ പെരുമാറ്റവും ഉത്ഭവിച്ചത് ഹൃദയത്തിൽ താഴ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ഉണ്ടെങ്കിൽ പെരുമാറ്റത്തിൽ സൗമ്യത വെളിപ്പെടും. ആളുകൾ മോശമായി ഇടപെടുകയും ന്യായം നിഷേധിക്കുകയും ചെയ്തപ്പോഴും യേശു കർത്താവ് തന്നെ താൻ താഴ്ത്തി സൗമ്യമായി പ്രതികരിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അതാണ് നാം കുറിവാക്യമായി വായിച്ചത്.
യെശയ്യാവ് 53 അത് യേശുവിന് അന്യായമായി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ വിവരണം നാം കാണുന്നുണ്ടല്ലോ. അന്യായമായ പെരുമാറ്റത്തിൻ്റെ മുമ്പാകെ ആരും പൊട്ടിത്തെറിച്ച് പോകാവുന്ന ഒരു രംഗത്ത് യേശു വായി തുറക്കാതെ നിന്നു. അതെങ്ങനെ നിന്നു? അത് എങ്ങനെയാണത് കഴിഞ്ഞത്? അവൻ തന്നെ താഴ്ത്തി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, 53:7 ഹൃദയം നമ്മൾ പിന്നെ ആ വാക്യം വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഒരു ദൈവിക വിടുതൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ആ താഴ്മ വെളിപ്പെടും. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കഴിയുന്ന വാക്യങ്ങളാണിതൊക്കെ. ഹൃദയത്തിൽ നേരത്തെ തന്നെ താഴ്മയുള്ളവനാണ് യേശു. എന്നിട്ടും സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ വീണ്ടും അവിടുന്ന് സ്വയത്തെ നിഷേധിച്ചു. തന്നിൽ നിന്നും പ്രതികരിക്കുവാൻ വിസമ്മതിച്ചു. പിതാവിൽ ആശ്രയിച്ചു. അങ്ങനെ തന്നെ താൻ താഴ്ത്തി. അപ്പോൾ പിതാവാണെല്ലാം എന്ന താഴ്മയും പ്രകോപനങ്ങളുടെ മുമ്പിൽ വീണ്ടും തന്നെത്താൻ താഴ്ത്തുന്ന മനോഭാവവും യേശുവിനുണ്ടായിരുന്നു. തന്നിൽ നിന്ന് നമുക്കും അത് പഠിക്കാൻ കഴിയട്ടെ. താഴ്മയിൽ യേശുവിനെ അനുഗമിക്കാൻ നമുക്കും ഇന്ന് പകൽ കഴിയട്ടെ എന്ന് അത് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വചനഭാഗം ഞാനിവിടെ നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു താഴ്മയുള്ളവനായി കർത്താവിനെ അനുസരിച്ചു പിതാവാണെല്ലാമെന്ന് അതേ പ്രഖ്യാപിച്ച് അതിൽ തന്നെ നിന്ന് അങ്ങനെ താഴ്മയെന്ന് നമുക്ക് കാണിച്ചു തന്ന യേശുവിനെ അതേ അനുഗമിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.